എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ നല്ല അടിപൊളി പുഡിംഗ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ക്രീമി മാംഗോ പുഡിംഗ്. ഇപ്പോൾ ഇഷ്ടം പോലെ മാങ്ങ കിട്ടുന്ന സമയമാണ്. നല്ല അടിപൊളി റെസിപ്പിയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മാങ്ങ ചെറുതായിട്ട് നല്ല ക്യൂബ്സായിട്ട് കട്ട് ചെയ്തത് ഒരു മാങ്ങൻ്റെത്, പിന്നെ എററോട്ട് ബിസ്ക്കറ്റ് കട്ട് ചെയ്ത് വെച്ചത്, ബദാം, ഇത് ഫസ്റ്റ് ലെയറിന് വേണ്ടിയിട്ടാണ്, പിന്നെ ബട്ടർ ഒരു 2 ടേബിൾ സ്പൂൺ അത്ര ബട്ടർ. നെക്സ്റ്റ് ഒരു ബോക്സ് ഫ്രഷ് ക്രീം, അത് 250 ml ഫ്രഷ് ക്രീം, വിപ്പിംഗ് പൗഡർ ഒരു പാക്കറ്റ്, ജലാറ്റിന് 2 ടേബിൾ സ്പൂൺ ജലാറ്റിന് സോക്ക് ചെയ്ത് വെച്ചത്, അത് 2 ലെയറിന് വേണ്ടിയിട്ടാണ്. 2 മാംഗോൻ്റെ പ്യൂരിയാണ്. പിന്നെ ഇത് മിൽക്ക് മെയ്ഡ് ഹാഫ് ടിന്ന്, പിന്നെ കുറച്ച് കാഷ്യൂ ആൻഡ് പിസ്ത, ഒരു കുറച്ച് പാല്. ഒരു ബൗളിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്തിട്ട് അതിലേക്ക് വിപ്പിംഗ് പൗഡറും കൂടി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കാവുന്നത് വരെ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ശേഷം അതിലേക്ക് കുറച്ച് പാല് കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാംഗോ പ്യൂരി ചേർത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് മെൽറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ജലാറ്റിന് പകുതി ചേർത്തിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല തിക്കായിട്ടുണ്ടാവും. അതിലേക്ക് ഈ കാഷ്യൂ ചെറുതായിട്ട് കട്ട് ചെയ്തത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ആ നമ്മൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാംഗോയിലേക്ക് മാരി ബിസ്ക്കറ്റ് ചേർത്ത് കൊടുക്കുക, ബദാമും ചേർത്ത് കൊടുക്കുക, ബട്ടറും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതാണ് നമ്മളെ ഫസ്റ്റ് ലെയറായിട്ട് വരാൻ ഇതാണ്. അത് പുഡിംഗ് ട്രേയിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിന് മേലെ നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന ക്രീം മിക്സ്, മാംഗോയും ക്രീമൊക്കെ ആയിട്ടുള്ള അത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ലെവലാക്കിയതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുക. അതിലേക്ക് 250 ഗ്രാം ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കുക. ഹാഫ് ടീന് മിൽക്ക് മെയ്ഡ്, നിങ്ങൾ അതിനനുസരിച്ചിട്ട് മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ബീറ്റ് ചെയ്യുക. അതിലേക്ക് ബാക്കിയുള്ള പകുതി ജലാറ്റിനും കൂടി ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു സെറ്റായി ഇരിക്കുന്ന മാംഗോ ലെയറിന് മുകളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. മാംഗോ ലെയറിൽ മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ മാംഗോ മിക്സിയിലടിക്കുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് പിന്നെ മിൽക്ക് മെയ്ഡോ പഞ്ചസാരയോ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റായതിന് ശേഷമാണ് ഞാൻ ഡെക്കറേഷൻ മാംഗോ വെച്ചിട്ട്, മാംഗോയും പിസ്തയും വെച്ചിട്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ ഇഷ്ടമുള്ള പോലെ നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം. ജലാറ്റിന് ഞാൻ 2 ടേബിൾ സ്പൂൺ ജലാറ്റിന് കുറച്ച് വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ട് മെൽറ്റ് ചെയ്യുക ചെയ്തത്. ഇങ്ങനെയാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചതിന് ശേഷം കഴിക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ്. കുറേ മുമ്പ് ഞാൻ പരീക്ഷിച്ചൊരു റെസിപ്പിയാണ്, എൻ്റെ എക്സ്പെരിമെൻ്റാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് ഇനി നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.